2 ഇയറും കൂടി കഴിഞ്ഞാൽ ഞാൻ 40ലേക്ക് കിടക്കുകയാണ്. അതറിയോ നിങ്ങൾക്ക്? ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയാണ് നാടനിൽ നിന്ന് മോഡേണായി മാറി. അപ്പോൾ കുറച്ച് ടിപ്സും നിങ്ങൾക്ക് മാറാനുള്ള ട്രിക്സുമായിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. അങ്ങനെ വലിയ ടിപ്സും ട്രിക്സും ഒന്നല്ല, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾക്കും പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ. ഇതുവരെ മോഡേണായി മാറാത്തവർക്ക് കുറച്ചെങ്കിലും ഈ വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കേണ്ട, വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് എന്നും പറയുന്നത് പോലെ പറഞ്ഞോട്ടെ, ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഫസ്റ്റ് തന്നെ പറയാമല്ലോ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ ഒരുപാട് മോഡേൺ വേഷമൊക്കെ ഇട്ട് നടക്കുന്നവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഞാൻ അവരെ നോക്കി ആസ്വദിക്കുമായിരുന്നു. അവരിടുന്ന ഡ്രസ്സ്, അവരിടുന്ന കമ്മൽ, അവർ എന്തൊക്കെ രീതിയിലാണ് ഒരുങ്ങിയിട്ടുള്ളതെന്നൊക്കെ നോക്കുമായിരുന്നു കേട്ടോ. ആ സമയത്തൊന്നും ഞാൻ അങ്ങനെ ഫാഷനിൽ ശ്രദ്ധിച്ചിരുന്ന ഒരാളല്ല. ശ്രദ്ധിക്കാൻ നമുക്ക് അതിനുള്ള അവസരം കിട്ടിയില്ലതാനും, ചിലപ്പോൾ അതായിരിക്കും. ഇപ്പം ഞാൻ 38 വയസ്സിലേക്ക് കാലുകുത്തി നിൽക്കുകയാണ്. 35 വയസ്സിന് ശേഷമാണ് ഞാൻ ശരിക്കും മോഡേൺ ആയത്. അപ്പോൾ 30-35 വയസ്സിന് ശേഷം ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുള്ളായിരിക്കും എൻ്റെ വീഡിയോ. എൻ്റെ അനുഭവം തന്നെ നിങ്ങൾക്കൊരു പ്രചോദനം ആവും തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോഴും കുറേ പേര് മടിക്കുന്നുണ്ടല്ലേ, പുറത്ത് പോകുമ്പോൾ ഒന്ന് പാൻറ് ഇടാൻ, ടീഷർട്ട് ഇടാൻ. ഇല്ല, ഇപ്പോഴും മടിക്കുന്നവരില്ലേ? എൻ്റെ കുഞ്ഞു മുളക്കി നോക്കുന്നുണ്ട്. മടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങളൊക്കെ മംഗലാപുരം സൈഡൊക്കെ പോയി കാണാനായിട്ടാണ്. അവിടെയൊക്കെ ചുരിദാറും ഈ പാൻറ്റും ടീഷർട്ടൊക്കെ ഇട്ട് നടക്കുന്ന അമ്മമാർ എത്ര വയസ്സാണെന്ന് നിങ്ങൾക്കറിയോ? 60 വയസ്സ് കഴിഞ്ഞവരാണ്. അവർക്ക് എന്തേ ഈ നമ്മുടെ നാട്ടിലുള്ള പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്തത്? നാണക്കേടാവാത്തത് എന്തേ? നാട്ടുകാരെന്ത് പറയുന്നു അവരെന്ത് ചിന്തിക്കാത്തത്? അങ്ങനെയൊന്നുമില്ല. ഏജ് എപ്പോഴും ഒരു നമ്പർ മാത്രമാണ്. നമ്മുടെ ഡ്രസ്സിങ്ങും നമ്മുടെ സ്റ്റൈലും ഒക്കെ തീരുമാനിക്കേണ്ടത് നമ്മളാണ്. പണ്ടാണ് വീട്ടുകാർ പിന്നെ തീരുമാനിക്കേണ്ടതും, ഹസ്ബൻഡ് തീരുമാനിക്കേണ്ടതും, അച്ഛൻ തീരുമാനിക്കേണ്ടതൊക്കെ. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. എൻ്റെ മോൾ വരെ എൻ്റെ തീരുമാനത്തിലല്ല ഡ്രസ്സിങ്ങൊക്കെ ചെയ്യുന്നത്, അവളുടെ ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവർക്കും അവരവരുടേതായ ഇഷ്ടങ്ങൾ വേണം, ഇഷ്ടം വേണം കേട്ടോ, സെൽഫ് ലവ് വേണം കേട്ടോ. പിന്നെ അല്ലാതെ എനിക്കത് ചേരൂല, പിന്നെ അവൾക്ക് ചേരുന്ന വേഷം എനിക്ക് ചേരൂല എന്നൊക്കെ തോന്നിയാലൊന്നും നടക്കൂല. അവരെ ഇഷ്ടവും പിന്നെ താല്പര്യമൊക്കെ നോക്കി നടക്കാൻ നോക്കിയാൽ നമ്മളെ ഇഷ്ടമൊക്കെ അവിടെ പെൻഡിങ്ങിൽ തന്നെ നിൽക്കും. ഒരിക്കലും നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റൂല, മനസ്സിലായോ? അതുപോലെ ആരെന്ത് വിചാരിച്ചാലൊന്നും നടക്കൂല. നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആര് എന്ത് വിചാരിച്ചാലും എനിക്ക് പ്രശ്നമില്ല, എനിക്ക് ഞാൻ എങ്ങനെയെന്നറിയാം. ഇപ്പോൾ നമ്മുടെ വേഷവിധാനം പിന്നെ അങ്ങനെ ഒരുപാട് മോഡേൺ ആവണമെന്നല്ല, പിന്നെ അവിടെ ഇവിടെയൊക്കെ കാണിച്ച് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പരമാവധി നമുക്ക് കഴിയുന്ന രീതിയിലൊക്കെ ഒരുങ്ങാം. അപ്പം ഞാൻ മാറിയത് എങ്ങനെയെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, സ്കൂൾ പഠിക്കുന്ന സമയത്തൊന്നും ഞാൻ ഫാഷനൊന്നും അല്ല. പറഞ്ഞതുപോലെ സാഹചര്യമൊന്നും അതിന് അനുകൂലമായിരുന്നില്ല. എന്ന് വെച്ചാൽ പറഞ്ഞു തരാൻ ആളില്ല. ഇപ്പോഴത്തെ കാലത്തെ പോലെ നമുക്ക് ടച്ച് ഫോണില്ല, യൂട്യൂബില്ല സെർച്ച് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഇപ്പോൾ എൻ്റെ വീഡിയോസ് വരെ നിങ്ങളെ മുന്നിൽ വന്നതുപോലെ സെർച്ച് ചെയ്യാനൊന്നുമില്ല ആ സമയത്ത്, അല്ലേ? ആരെങ്കിലും ഡ്രസ്സും ചെയ്യുമ്പോൾ, ആരെങ്കിലും എന്തെങ്കിലും സ്റ്റൈലായിട്ട് നടക്കുമ്പോൾ അവരോട് ചോദിക്കാമെന്നല്ലാതെ അക്കാലത്താരും പറഞ്ഞു തരൂല, സീക്രട്ട് ഒന്നും പറഞ്ഞു തരൂല. ഡ്രസ്സ് എവിടെ നിന്ന് വാങ്ങിച്ചു ചോദിച്ചാൽ വരെ അവർ ഡ്രസ്സ് എവിടെ നിന്ന് വാങ്ങിച്ചു എന്ന് പറയൂല. ഒരു പ്രോഡക്റ്റ് ചോദിച്ചാൽ അവർ പറയൂല. അപ്പോൾ അക്കാലം അങ്ങനെ ആയിരുന്നു കേട്ടോ. ഇക്കാലത്ത് എല്ലാവർക്കും എല്ലാം അറിയാമല്ലോ, അല്ലേ? എല്ലാ സാഹചര്യവും ഉണ്ട് താനും. അപ്പോൾ ആ സമയത്തൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ട് ഞാൻ കൊതിച്ച് നിന്നിട്ടുണ്ട് കേട്ടോ, കൊതിച്ച് നിന്നിട്ടുണ്ട്. എനിക്ക് ഒരുപാട് റോൾ മോഡൽസൊക്കെ ഉണ്ടായിരുന്നു. അവരെ കാണുമ്പോൾ അവർ തന്നെയാണ് ഈ ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ളവർ എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഈ ലോകത്തിലുള്ള എല്ലാവർക്കും സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യം നമ്മളെങ്ങനെ എൻഹാൻസ് ചെയ്ത് കാണിക്കുന്നു എന്ന് ഉള്ളതിലാണ്. ഇപ്പം ഞാൻ നിങ്ങളെ മുന്നിൽ നല്ലപോലെ ഒരുങ്ങിയിരിക്കുന്നുണ്ടല്ലേ, കമ്മലിട്ടിട്ടുണ്ട്, നല്ല ഡ്രസ്സ്, ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് ഒരുങ്ങിയിരിക്കുന്നുണ്ട്. അത് ഞാൻ എൻ്റെ ഫേസ് സൗന്ദര്യത്തെ എൻഹാൻസ് ചെയ്ത് നിങ്ങളെ മുമ്പിൽ ഇരിക്കുകയാണ്. അല്ലാതെ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടില്ല, കമ്മലിട്ടിട്ടില്ല, മുടിയൊക്കെ ഞാൻ ചുരുട്ടിക്കൂട്ടി ഒരു പങ്ക്രാസിനെ പോലെ ഒരു ഭാഗത്ത് ഇരിക്കുന്നു. എന്തെങ്കിലും കാണാനൊരു നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോന് മുമ്പിൽ ഇരിക്കാൻ തോന്നുമോ? ഇവളെന്താ പറയുന്നത് നോക്കാൻ വേണ്ടിയിട്ട്? ഇല്ല.
അങ്ങനെയാണ് അത്. ഇപ്പോൾ ലോകം മൊത്തം മാറിയിട്ടുണ്ട്. ഒരാളുടെ വേഷവിധാനം, അവർ എങ്ങനെയാണ് നടക്കുന്നതെന്നൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ യുഗം മാറി. ഞാനൊക്കെ പഠിക്കുന്ന സമയത്തുള്ള യുഗമല്ല. നിങ്ങൾ ഈ കാണുന്ന ആൾ ചിലപ്പോൾ 40 വയസ്സ് കഴിഞ്ഞ ആളാണെങ്കിൽ നിങ്ങളൊക്കെ കാലമല്ല ഇത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും വയസ്സായില്ലേ ഇനി. ആ സമയത്താണെങ്കിൽ നമ്മൾ പലപ്പോഴും പറയാറില്ലേ, ഈശ്വര ഞാനൊക്കെ ഈ കാലഘട്ടത്തിൽ ജനിച്ചതാണെങ്കിൽ എങ്ങനെ നടക്കായിരുന്നു എന്ന്. നമുക്കിപ്പോൾ നടക്കാം, ഈ വയസ്സിൽ നടക്കാം. നമ്മുടെ സത്യം പറഞ്ഞാൽ നമ്മുടെ ആ ഒരു നല്ല കാലം തുടങ്ങുന്നത് ഈ 30 വയസ്സ് 40 വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ്. കുട്ടികളൊക്കെ കുറച്ച് വലുതായി. പിന്നെ എനിക്കൊരു കൊച്ചുകുട്ടിയുണ്ട്. ഇപ്പോൾ തോന്നുന്നു മുന്നേ 2 കൊച്ചുങ്ങളെ ആയിട്ട് ഇപ്പോൾ ഇതുപോലെ സൂപ്പറായി നടക്കായിരുന്നു. ഇപ്പോൾ ചെറിയ കൊച്ചുള്ളത് കൊണ്ട് അങ്ങനെ പുറത്തേക്കൊന്നും പോകാൻ പറ്റുന്നില്ല. അങ്ങനെ മക്കൾ വലുതായ ഒരുപാട് അമ്മമാരുണ്ട്. 30 വയസ്സായ അമ്മമാരുടെ മക്കളൊക്കെ വലുതായ കുറേ പേരുണ്ട്, എനിക്കറിയാം. അവർക്കൊക്കെ ഇപ്പോൾ എത്ര ഭംഗിയായി നടക്കുന്നവരും ഉണ്ട്, ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നവരുമുണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ കസിൻസിൽ ഒരാളുണ്ട്, നല്ല ഭംഗിയുണ്ട്, ഒരു അമ്മാവൻ്റെ ഭാര്യ. അവർ വലിയ മോഡലൊന്നും ആക്കില്ല. അവർക്ക് മോഡലാക്കിയാൽ എന്ത് ഭംഗിയായിരിക്കും. പേര് ഞാൻ ഈ വീഡിയോയിൽ പറയാം, അമ്മായി കാണുമോയെന്ന് എനിക്കറിയില്ല. ഷിജമ്മായി, നല്ല ഭംഗിയാന്ന് കാണാൻ വേണ്ടിയിട്ട്. അവരൊക്കെ മോഡേണായിട്ട് നടന്നാൽ എന്ത് ഭംഗിയായിരിക്കും എന്നറിയാം. സാധാ ഒരു വീട്ടിൽ സാധാരണ ഒരു വീട്ടമ്മയെ പോലെ നിൽക്കുന്നത്. അപ്പോൾ അവരൊക്കെ ഇപ്പോഴും ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്ത് വിചാരിക്കും ആൾക്കാർ, അല്ലെങ്കിൽ ഹസ്ബൻഡ് എന്ത് പറയും, അങ്ങനെ. അവർക്ക് പഴയ ആൾക്കാരല്ലേ എന്നില്ല ഒരു ചിന്തയാണ്. പക്ഷെ പഴയ ആൾക്കാരല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ ഏജിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മക്കളൊക്കെ വലുതായി. ഇനി നമുക്ക് നമ്മുടേതായ ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നത് ഈ സമയത്താണ് നല്ല കാലം. അതുകൊണ്ട് ഇപ്പോഴുള്ള ആൾക്കാരുടെ പോലെ നമുക്ക് മുന്നേ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാതെ ഈ ടൈമിൽ പ്രസൻറ്റിൽ നമ്മൾ എങ്ങനെ ഒരുങ്ങി, നമ്മൾ എങ്ങനെ എൻഹാൻസായി നടക്കാൻ തോന്നുന്നുണ്ടോ അതുപോലെ നടക്കണം. അതാണ്. 2 ഇയറും കൂടി കഴിഞ്ഞാൽ ഞാൻ 40ലേക്ക് കിടക്കുകയാണ്. അതറിയോ നിങ്ങൾക്ക്? എനിക്ക് എന്നെ ഇഷ്ടമാണ്, എന്നെ ഒരുക്കി നടക്കാൻ ഇഷ്ടമാണ്. ഞാൻ കുറച്ച് നല്ല ഭംഗിയിൽ ആൾക്കാരും മുമ്പ് എന്നെ പ്രസൻറ്റ് ചെയ്യാൻ എനിക്കിഷ്ടമാണ്. അതുപോലെ നിങ്ങൾക്കൊരു ഇഷ്ടം മനസ്സിലുണ്ടെങ്കിൽ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തോ. ഏജ് നോക്കുകയേ വേണ്ട. ഏജ് ഈസ് എ ജസ്റ്റ് നമ്പർ. ഓക്കെ. നാടിൽ നിന്ന് മോഡേൺ മാറിയത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. സ്കൂൾ പഠിക്കുന്ന മുമ്പേ ഞാൻ വേറെ ആളെ നോക്കി അവരെ ഓരോ കാര്യങ്ങളും ഞാൻ ആസ്വദിക്കുമായിരുന്നു. മുടിയിലായാലും ഡ്രസ്സിങ്ങിലായാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു ആഗ്രഹം എപ്പോഴും ഉണ്ട്. അമ്മേൻ്റെ കൂടെ അമ്മേൻ്റെ നാട്ടിൽ പോകുമ്പോൾ, അമ്മേൻ്റെ നാട് മംഗലാപുരമാണ്. അവിടെ നിങ്ങൾക്കറിയാം, മാംഗ്ലൂർ സൈഡ് മൊത്തം നല്ല മോഡേൺ ആൾക്കാരാണ്. നേരത്തെ പറഞ്ഞതുപോലെ 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ വരെ പാൻറ്റും ടീഷർട്ടും ചുരിദാറൊക്കെ ഇട്ട് നടക്കുന്ന ആളാണ്. അവർക്കറിയാം ഫാഷൻ എങ്ങനെയാണ്. അപ്പോൾ ആ സമയം മുതൽ എനിക്ക് 38 വയസ്സിപ്പായി എന്ന് പറയും. ഞാൻ 10th ക്ലാസ് മുതൽ അങ്ങോട്ടുള്ള ആ സമയം ഒക്കെ അമ്മേൻ്റെ കൂടെ കർണാടക സൈഡ് പോകുമ്പോൾ ഞാൻ ഇതൊക്കെ കണ്ട് ഭയങ്കര ആഗ്രഹിക്കും. സ്ട്രെയിറ്റ് ഹെയറൊക്കെ കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. ഭയങ്കര ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹം. അവിടെ എല്ലാവരും സ്ട്രെയിറ്റ് ഹെയറാണെന്ന് പിന്നെയാണ് അറിഞ്ഞ കേട്ടോ. ഭയങ്കര മോഡേൺ നാടല്ലേ ഇത്. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ ആ ആഗ്രഹമൊക്കെ. പിന്നെ എൻ്റെ കസിൻസൊക്കെ കളറിങ്ങൊക്കെ ചെയ്ത ആ ഒരു മുടിയൊക്കെ കാണുമ്പോൾ ഞാനൊരു പ്രാവശ്യം മറ്റേ ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഹെയറിൽ അത്ര ഭംഗിയായിട്ട് എനിക്കപ്പോൾ തോന്നിയിട്ടില്ല. ഞാൻ ഈ മുന്നത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആഗ്രഹങ്ങളൊക്കെ മനസ്സിലുണ്ട്. കുറച്ച് നല്ല ഭംഗിയുള്ള കുട്ടിയൊക്കെ കണ്ടാൽ എനിക്ക് എൻ്റേതായ ഭംഗിയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കാതെ അവരെന്നെക്കാളും ഭംഗിയുണ്ട്, അല്ലെങ്കിൽ അവർ ഭയങ്കര ഭംഗിയാണെന്നില്ല തോന്നൽ, അതൊക്കെ ഭയങ്കരമായിരുന്നു എനിക്ക്. മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും ദൈവം ഒരേ ഭംഗി തന്നെയാണ് തന്നിട്ടുള്ളത്. ആ ഭംഗി നമ്മൾ എങ്ങനെ എൻഹാൻസ് ചെയ്യുന്നു എന്നതിലാണ്, നിലനിർത്തുന്നു. ഓക്കെ. ഉള്ള സൗന്ദര്യത്തെ നമ്മൾ നോക്കി നടത്തുന്ന പോലെയാണ് പുറത്ത് കാണാം. എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞ് ചടഞ്ഞുകൂടി ഒരു ഭാഗത്ത് നിന്നാൽ അങ്ങനെ തന്നെയായിരിക്കും, നല്ല രീതിയിൽ നിന്നാൽ അങ്ങനെ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇപ്പോഴും എനിക്കിനി വയ്യാന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ, എനിക്ക് സൗന്ദര്യം ഉണ്ട്, ആ സൗന്ദര്യം കുറച്ചും കൂടി എടുത്ത് കാണിക്കണം. ഞാനിനി എന്തായാലും നന്നായി ഒരുങ്ങും, നല്ലപോലെ ഡ്രസ്സിങ് ചെയ്യും, വലിയ വലിയ കമ്മലൊക്കെ ഇടും. എന്നൊക്കെ ഒരുപാടുണ്ടല്ലോ നമ്മുടെ സൗന്ദര്യത്തിൻ്റെ ഭാഗമായിട്ട്.
അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ ഉള്ളവരാണെങ്കിൽ എന്തായാലും ലേറ്റ് ആയിട്ടില്ല, വയസ്സ് നോക്കണ്ട, സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ തുടങ്ങിയത് തന്നെ നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ 30 വയസ്സും 35 വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് ശരിക്കും മോഡേൺ ആവാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ മുന്നത്തെ ആഗ്രഹമൊക്കെ അങ്ങനെ മനസ്സിൽ കൂട്ടി വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഓരോ രീതിയും മാറ്റി വന്നത്. ഓരോ രീതിയും ഫസ്റ്റ് തന്നെ ഞാൻ പിന്നെ സ്കിൻ കെയറൊക്കെ ചെയ്യാൻ തുടങ്ങി. അതിലാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, സ്കിൻ കെയറിൽ. ഓക്കെ, നല്ലപോലെ സ്കിൻ കെയറിൽ ഇപ്പോൾ ഒരുപാട് പ്രോഡക്റ്റ്സൊക്കെ വാങ്ങിച്ചിട്ടുള്ള സ്കിൻ കെയർ ഒന്നും വേണ്ട. ഞാൻ ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ തന്നെ ധാരാളം. പറ്റുമെങ്കിൽ ഏതെങ്കിലും ഒരു സൺസ്ക്രീൻ വാങ്ങിച്ചോളൂ നിങ്ങൾ. ഓക്കെ, അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ മതി. നമ്മൾ ചെറുപ്പമായിരിക്കും, നമ്മളെന്നും ചെറുപ്പം തന്നെയാണ്. നമ്മുടെ അച്ഛൻ്റെയും അമ്മേൻ്റെയും ചെറിയ മക്കളല്ലേ നമ്മൾ, അല്ലേ? അപ്പോൾ പിന്നെ നമ്മളെപ്പോഴാണ് വലുതായിട്ടുള്ളത്? എപ്പോഴാണ് നമുക്ക് ഏജ് ആയിട്ടുള്ളത്? ഇല്ല. അതുകൊണ്ടാണ് എല്ലാവരും ചെറുപ്പമാണെന്ന് ഞാൻ പറയുന്നത്. ഞാൻ ഐബ്രോ ഒക്കെ ഷേപ്പ് ചെയ്തിട്ട് ഉള്ള ഒരു സ്റ്റൈൽ മാത്രമായിരുന്നു. പിന്നെ അത് ചെറിയ ഫൗണ്ടേഷനിലേക്ക് വന്നു. പിന്നെ നമുക്ക് അറിയാലോ, ഓരോരോ എൻഹാൻസ് ചെയ്യുന്ന ഓരോരോ മസ്കാര, പിന്നെ ഓരോരോ ബ്ലഷ്, ലിപ്സ്റ്റിക്ക്, ഇതൊക്കെ നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നതാണ്. ലിപ്സ്റ്റിക്കും പിന്നെയും പണ്ട് യൂസ് ചെയ്തിരുന്നു തോന്നുന്നു. ഒറ്റ ലിപ്സ്റ്റിക്ക് കാണും, അത് ചിലപ്പോൾ കസിൻ മറ്റോ തന്നതായിരിക്കും, നമ്മളൊന്നും വാങ്ങിച്ചതല്ല. മനസ്സിലായി? അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്താണ് വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ഫുള്ള് അങ്ങനെ ഇപ്പോഴത്തെ ന്യൂ ജെൻ കുട്ടികളെ പോലെ അത്ര മോഡേൺ ആയില്ലെങ്കിലും ഒരു 70-80% മോഡേൺ എന്തായാലും ഞാൻ ആയി മാറിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ പറഞ്ഞതുപോലെ കുറച്ചൊക്കെ മാരീഡ് വുമണല്ലേ, അപ്പോൾ കുറച്ചൊക്കെ ഹസ്ബൻഡ് പറയുമ്പോൾ കുറച്ച് ലിപ്സ്റ്റിക് കുറക്കണം എന്ന് പറയുമ്പോൾ കുറച്ച് ലിപ്സ്റ്റിക് കുറക്കാം. ഹസ്ബൻഡിൻ്റെ കൂടെ പോകുമ്പോൾ ഹസ്ബൻഡ് അങ്ങനെ പറയാറില്ല ലിപ്സ്റ്റിക് കുറക്കാൻ വേണ്ടിയിട്ട്. ഹസ്ബൻഡ് അധികം പറയാൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴും മോഡേണായിട്ട് നടക്കാത്ത കുറേ ആൾക്കാരും കസിൻസിൻ്റെ കൂട്ടത്തിലൊക്കെ പോകുമ്പോൾ അവരൊന്നും എന്തായാലും ലിപ്സ്റ്റിക് ഇടാറില്ല. ഇപ്പോൾ പിന്നെയും കുറച്ചൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും, ന്യൂജൻ കുട്ടികൾ ഇടാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും പഴയ ആൾക്കാരൊന്നും അങ്ങനെ ഇടാറില്ല. അങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാംസ് അവരുടെ ഇടയിൽ പോകുമ്പോൾ ഹസ്ബൻഡ് കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ കുറക്കാൻ പറയാറുണ്ട്. അപ്പം ഞാൻ ന്യൂഡ് ലിപ്സ്റ്റിക്കോ ജസ്റ്റ് കുറച്ച് അപ്ലൈ ചെയ്യാറുള്ളൂ, ഇതുപോലൊന്നും അപ്ലൈ ചെയ്യാറില്ല. അങ്ങനെയെങ്കിൽ അവരിങ്ങനെ നമ്മളിപ്പോൾ ഉത്സവ പറമ്പിലൊക്കെ പോയിട്ട് നോക്കൂലേ, കാഴ്ചയൊക്കെ നോക്കൂലേ, അതുപോലെ അവർ നോക്കും. അതുകൊണ്ട് ഓരോ സാഹചര്യം അനുസരിച്ചിട്ടാണ് ഞാൻ ഒരുങ്ങിപ്പോവുക. പഠിക്കുന്ന സമയത്തൊക്കെ ആങ്കറിങ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. ആഗ്രഹമൊന്നും നടന്നിട്ടില്ല. എൻ്റെ മോളോട് പറയുമ്പോൾ മൊക്കയിൽ തീരെ ആഗ്രഹമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ആഗ്രഹമൊക്കെ വിട്ടു. പിന്നെ സീരിയലിൽ സിനിമയിലൊക്കെ അഭിനയിക്കണം ഭയങ്കര ആഗ്രഹമായിരുന്നു, അതും നടന്നില്ല. പിന്നെ ഇപ്പോൾ ഒരു കുഞ്ഞാഗ്രഹം നടക്കുമ്പോൾ യൂട്യൂബിൽ ഒരു യൂട്യൂബർ ആവാം, കണ്ടൻറ് ക്രിയേറ്റർ ആവാം. അത് പിന്നെ നമുക്ക് ആരും ആവശ്യമില്ലല്ലോ. അങ്ങനെ പിന്നെ കുറച്ച് സ്റ്റൈലിഷായിട്ട് നടക്കണം എന്നുള്ള ആഗ്രഹം, അതൊക്കെ നടന്നു. അങ്ങനെ കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ നടന്നു. അതൊക്കെ ആഗ്രഹത്തിൻ്റെ പുറത്ത് നടന്നതാണ്. പിന്നെ നമുക്ക് ആഗ്രഹം മാത്രം പോരാ കേട്ടോ, നമുക്ക് കുറച്ച് പിൻബലം വേണം. എല്ലാം നമ്മൾ ചെയ്യുമ്പോൾ അതിന് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫാമിലീൻ്റെ ഒരു ഇത് കൈ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് കുറച്ചും കൂടുതൽ സപ്പോർട്ട് നടക്കും. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ ഒരുപാട് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. ഹസ്ബൻഡ് ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ആൾക്കാരെ മുമ്പൊന്നും സംസാരിക്കുന്നൊക്കെ എന്ന് പറയുമ്പോൾ എന്തിനും അങ്ങനെയെല്ലാം പറയുന്ന ആളാണ്. അപ്പോൾ ഹസ്ബൻഡിനും കൂടി കുറച്ചും കൂടി നല്ലൊരു പിൻബലം ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ എത്തായിരുന്നു മക്കളെ. ഇനി അതൊന്നും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ഇനി ഇതുപോലെ ഫാഷനാക്കി നാലാൾക്കാരുടെ മുമ്പിൽ നടക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമേ നടക്കൂ. പിന്നെ ഇതുപോലുള്ള ആഗ്രഹങ്ങളൊന്നും അങ്ങനെ ഒരുപാട് ഹസ്ബൻഡ് വിലക്ക് ആക്കിയിട്ടില്ല കേട്ടോ. ഫസ്റ്റ് പറയുമായിരുന്നു എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ കുറച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ ലിപ്സ്റ്റിക് കുറക്കും എന്നൊക്കെ പറയും. മോളോട് പറയും ഇപ്പോഴും ലിപ്സ്റ്റിക് ഒന്നും ഇടാനായിട്ടില്ല എന്നൊക്കെ പറയും. പക്ഷേ ഇപ്പോൾ മനസ്സിലായി, അമ്മയോടും മോളോടും പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലായി ഹസ്ബൻഡിന്. അതുകൊണ്ട് ഹസ്ബൻഡൊന്നും പറയാറില്ല. അങ്ങനെ നാടൻ ടു മോഡേണിൽ അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് A to Z എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ആയത്, അങ്ങനെയൊന്നും പറയാനില്ല. ഇതൊക്കെ ആയിരുന്നു മനസ്സിൽ ഉള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാം ഒത്തുവെച്ച് നിങ്ങളോട് പറഞ്ഞതാണ്. അപ്പോൾ ചുരുക്കിയിട്ട് എനിക്കിപ്പോൾ ഞാൻ വീഡിയോ നിർത്തലായി. അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാം.
നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് നല്ല മോഡേണായി നടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറുക. ഇപ്പോൾ അതിന് ഒരുപാട് വഴികളുണ്ട്. നിങ്ങൾക്ക് മോഡേൺ ആവാനുള്ള വീഡിയോസൊക്കെ ഒരുപാടുണ്ട്. അതൊക്കെ നോക്കി മേക്കപ്പ് വീഡിയോസൊക്കെ കണ്ട് പിന്നെ എങ്ങനെയൊക്കെ മാറാമെന്നൊക്കെ മനസ്സിലാക്കി മാറണം. ഞാൻ ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് മാറി 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 സ്റ്റെപ്പായിട്ട് വന്നതാണ്, ഇവിടം വരെ എത്തി. ഇനിയും അങ്ങോട്ട് ഒരുപാട് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ തോന്നൽ ശരിയാവാം, ചിലപ്പോൾ അറിയില്ല, ഇതുപോലെ അങ്ങ് പോവാം, അറിയില്ല. നമ്മുടെ കാലം പോകും തോറും പുതിയ പുതിയ ഫാഷൻ രീതികൾ മാറി മാറി വരികയല്ലേ. ഞാൻ ബാഗി പാൻറ്റും ടീഷർട്ടൊക്കെ ഇടില്ല എന്ന് പറഞ്ഞ് നടന്ന ആളാണ്. ഇപ്പോൾ മാറി ഞാനത് ഇടുന്നുണ്ട്. ബാഗി പാൻറ്റും ടീഷർട്ടൊക്കെ ഇടുന്നുണ്ട്, ക്രോപ്പ് ടോപ്പില്ല അതൊക്കെ ഇടുന്നുണ്ട്. വയറ് കുറച്ച് അധികമുള്ളതാണ് പ്രശ്നം, അതാണ് പ്രശ്നം. ഏതായാലും 2 പ്രസവിച്ചതല്ലേ, വയറൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ മാറണം, നിങ്ങളെ സ്നേഹിക്കണം, അപ്പോഴേ നിങ്ങൾക്ക് മാറണം എന്നുള്ള ചിന്ത വരുള്ളൂ. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാതെ നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയും കൂടി ജീവിക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ എല്ലാം എന്തൊക്കെയോ മിക്സ് ആക്കിയിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത് ഞാൻ എന്തൊക്കെയോ പറയണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മുന്നിൽ വന്നിട്ടിരിക്കും. കുഞ്ഞുമോൾ ഒരു സൈഡ് ഇപ്പോൾ ഫോൺ നോക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ ഫോണൊന്നും കൊടുക്കരുതെന്ന് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ ഇടയ്ക്ക് ഫോണൊക്കെ കൊടുക്കണം. അങ്ങനെ ഞാൻ കൊടുത്തിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇരിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയേണ്ട കുറേ കാര്യങ്ങളൊക്കെ മറന്നുപോകും. വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ലൈക്ക് ചെയ്താൽ എനിക്ക് അറിയാൻ പറ്റുമല്ലോ ഇത്രയും ആൾക്കാർ കണ്ടതിൽ ഇത്രയും ആൾക്കാർ ലൈക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തേക്കും. പുതിയ ചാനലല്ലേ, നിങ്ങളെ സപ്പോർട്ടില്ലാതെ നടക്കില്ല.